ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാണുമ്പോഴേ മനസ്സിലാകും ഞങ്ങളൊരു ട്രിപ്പിന് പോകാനുള്ള പരിപാടിയിലാണ്. ഇത്തവണ ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഉദ്ദേശിച്ച ട്രാൻസ്ഫർമേഷൻ വീഡിയോ ആണ്, പക്ഷെ ഒത്തില്ല. പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിൽ നിന്ന് ഒരു 2-3 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്ന ഒമാനിലെ മുസാണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ബസ്സൊക്കെ കറക്റ്റ് സമയത്ത് വന്ന് നിപ്പുണ്ടായിരുന്നു. ഞങ്ങളാണ് പിന്നെ കുറച്ച് ലേറ്റ് ആയത്. ആദ്യം വന്നെടുത്തത് ഞങ്ങളെ ആയതുകൊണ്ട് ഇഷ്ടമുള്ള സീറ്റൊക്കെ സെലക്ട് ചെയ്തെടുത്തു. എപ്പോഴും അലമ്പന്മാർ ചൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് സീറ്റിൽ കയറിയിരുന്നു. രാവിലെ 6:30 ആയപ്പോഴാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കയറിയപ്പോഴേ ഞാൻ കിടന്നുറങ്ങി. അതിനുശേഷം പിന്നെ എഴുന്നേറ്റതാണ് കേട്ടോ ഈ കാണുന്നത്. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ വണ്ടിയിൽ പാട്ടൊന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു വൈബില്ലായിരുന്നു. വണ്ടിയിലാകമാനം ഒരു ശോകമൂക അന്തരീക്ഷം. വേറെ ആരും ഓളം ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങ് ഓളം കണ്ടെത്തി. എല്ലാവരും നേരെ ഇരിക്കുമ്പോൾ ഞാൻ തലതിരിഞ്ഞായിരുന്നു കേട്ടോ ഇരുന്നത്. ഞാൻ പിന്നെ തലതിരിഞ്ഞായതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് സാധാരണ ആൾക്കാരെ പോലെ കാല് നേരെ വെച്ചിരിക്കാനേ പറ്റില്ല. വണ്ടി കയറിയോ എനിക്ക് ചമ്പറം പടിഞ്ഞൊക്കെ ഇരുന്നാലേ ആ സുഖം അങ്ങോട്ടാവുള്ളൂ. അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഒമാൻ ബോർഡറിൽ എത്തി. അങ്ങനെ നമ്മൾ ബോർഡർ കടന്ന് ഒമാനിലെത്താൻ പോവാണ്. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അതുകൊള്ളാം. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. അങ്ങനെ സുരക്ഷിതമായി നമ്മൾ ബോർഡർ കടന്നു ഗൈസ്. പാസ്പോർട്ടിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ സ്റ്റാമ്പ് ഉണ്ടെന്ന് കാണിക്കുമായിരുന്നു അസ്ലം. എന്റെ പാസ്പോർട്ടിൽ ഏതായാലും 4 രാജ്യങ്ങളുടെ സ്റ്റാമ്പേ ഉള്ളൂ. പാസ്പോർട്ട് മുഴുവനും സ്റ്റാമ്പ് അടിച്ച് തീർക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഏതായാലും നമ്മുടെ യാത്ര തുടർന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി തലേ ദിവസം ക്രോസന്റ് ഒക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിശന്നപ്പോ അതെടുത്ത് തട്ടി. എന്ത് പറയുന്നു? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വലിയൊരു ഇതാണ്. ഇത് രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിപ്പിക്കുന്ന ഒരു ഇതാണ്. ഇതിൽ ഇയാളുണ്ട്, ഇയാളുണ്ടില്ല, അയാളുണ്ടില്ല, ഇയാളുണ്ടല്ല, അതിന്റെ അപ്പുറത്താണ്. വലിയൊരു ഇതായിരിക്കും. പിന്നെ ഫ്രണ്ടിലും കുറച്ച് ഇതുകൾ കയറിയിട്ടുണ്ട്, ബാക്കിലും കുറച്ച് ഇതുകളുണ്ട്. വണ്ടി ഓട്ടിക്കുന്നവരിതുണ്ട്. വണ്ടിയും വലിയൊരു ഇതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മൊസാണ്ടത്ത് എത്തിച്ചേർന്നു. ഇനി നമ്മൾ ബാക്കി യാത്ര ചെയ്യാനുള്ളത് ഈ ബോട്ടിൽ കയറിയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദുബായിനെക്കാളും ചൂടായിരുന്നു കേട്ടോ. 40-41 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു കാണിച്ചോണ്ട്. ഇതാണ് കേട്ടോ ബോട്ടിന്റെ താഴെ ഭാഗം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഒരു ആവേശത്തിന്റെ പുറത്ത് ഞങ്ങൾ മേളിലായിരുന്നു ഇരുന്നത്. അവിടെയായിരുന്നു കുറച്ചും കൂടെ വൈബ് ഉണ്ട്. പക്ഷെ അതൊരു മണ്ടത്തരമായി പോയെന്ന് പിന്നെയാണ് മനസ്സിലായത്. കാരണം നല്ല ചൂടായിരുന്നു. ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഡ്രൈവർ. ഇതാണ് ഡ്രൈവർ, സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. പുള്ളി ഭയങ്കര സ്റ്റൈലിലൊക്കെ ആയിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും മറ്റേ പാട്ട് ഓർമ്മ വന്നേ, മണമുള്ള പൂനുള്ളി, മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിസ്ക്കറ്റും ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ താഴത്തേക്ക് പോയി. അയ്യോ എന്തോ രുചി, എനിക്ക് കിട്ടണില്ല. അടുപ്പൊന്നും പോലെ താഴോട്ടല്ല മേലോട്ടല്ലേ. ഞാനും ഏട്ടനെ പോലെ വളരും വലുതാവും, ഏട്ടനെ പോലെ ബ്രിട്ടാനിയ തിന്നും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടി കയറി എനിക്ക് ഉറക്കം വരും. ബോട്ടിൽ കയറിയിട്ട് ഇത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആക്റ്റീവായി. ബോട്ടിൽ ഇത്രയും യാത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കുറെ നേരമായിട്ട് ഞങ്ങൾ മറ്റേ കര കാണാ കടലല മേലെ പാടിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്താ എത്തുന്നില്ല. പിന്നെ എത്താതിരുന്നപ്പോ ഞങ്ങൾ കുറച്ചേരം വാചകം ഒഴിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. എന്നിട്ടും എത്തുന്നില്ലെന്ന് കണ്ടപ്പോ ഞങ്ങളെ തട്ടിക്കൊണ്ടു പോവാണോന്നൊരു. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ച് ഷർട്ട് ഒരു വീശി കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യം ഇഷ്ടമാവും. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി, ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ക. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? യെസ്. ഒരു തളയെ മേക്കപ്പ് ഇടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോ? ഒരുപാട് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് നേരത്തെ പ്രഹസനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളാകെ മടുത്തു. പിന്നെ കുറച്ച് നേരം പോയിട്ട് ഞങ്ങൾ ഗെയിം കളിച്ചു. കണ്ടോ? ഓ ഒന്നുകൂടെ
ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ ഞങ്ങൾ വാരി പൊത്തുമായിരുന്നു. ഞാൻ കൊണ്ടുവന്ന ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം നല്ല എഫക്റ്റീവ് ആണെങ്കിലും ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ളതായിരുന്നു. എനിക്കത് അറിയാമായിരുന്നെങ്കിലും പക്ഷെ എടുത്തപ്പോ ഇത്തിരി കൂടിപ്പോയി. SP ഒരു 300 രൂപ എടുത്ത് ശമ്പളത്തിന് പിടിച്ചോ. ഇവരൊക്കെ ആരാ? ഫ്രണ്ട്സാ. എന്താ ദേഹത്ത് കാക്ക തൂറിയതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു. രൂപ ശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് തന്നെ. മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുത് കേട്ടാ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നന്നായിരിക്കുന്നു. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. ചിക്കനെ പൊരിക്കാൻ മസാല ഇട്ട് വെച്ചേക്കുന്നത് പോലെ ദേഹത്ത് മുഴുവനും സൺ പ്രൊട്ടക്ഷൻ ഇട്ട് ഞങ്ങൾ വെയിലത്ത് ഉണങ്ങാൻ കിടന്നു. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? ഊട്ടി കയറിയപ്പോ തൊട്ട് ഞങ്ങളുടെ പ്രഹസനമായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ദിലീപിനെ ഓർമ്മ വരുന്ന CID മൂസേല. അങ്ങനെ ഫൈനലി നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയോ. വെള്ളത്തിലായതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോടോ? ചെറുപ്പം മുതൽ BMW ബെൻസൊക്കെ ഓടിക്കാൻ എന്നോടാ ഈ വണ്ടി ഓടിക്കാൻ അറിയുന്നു. ഇതൊക്കെ ഞാൻ എന്റെ 1.5 വയസ്സിൽ വാപ്പാന്റെ മടി കുത്തിന്ന് ഓടിക്കും. വെള്ളത്തിലെ ചാട്ടവും കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിശപ്പായി കേട്ടോ. സത്യം പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല വിശപ്പായിരുന്നു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ക്ഷീണമായപ്പോഴത്തേനും വേണ്ട എല്ലാവരും ഓരോ മൂലയിലിരുന്ന് പതുക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല. പക്ഷെ എന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഉപ്പുവെള്ളത്തിൽ ചാടി എന്റെ മുടി മുഴുവനും പോയി. പിന്നെ സെറോ എല്ലാം ആയിട്ട് ഒരു വിധത്തിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. വെള്ളത്തിൽ ചാടി എല്ലാവരും ടയേർഡായെങ്കിലും പക്ഷെ പണി കിട്ടിയത് എനിക്കായിരുന്നു. ഈ തല മുഴുവൻ ശരിയാക്കാൻ ഞാൻ പെട്ട പാട്. അങ്ങനെ മുടിയൊക്കെ ഉണക്കി ഞാൻ സെറ്റായി. ഇനി കടലിലെ എന്തൊക്കെയോ കാഴ്ച കാണാനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തോ ലൈം സ്റ്റോൺ എന്നൊക്കെയാ പറഞ്ഞത്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മ പറഞ്ഞ ലൈം സ്റ്റോൺ. വേറൊന്നുമല്ല, ഇതാണ് ചുണ്ണാമ്പ് കല്ല്. കടലിലെ ഓരോ കെമിക്കൽ റിയാക്ഷൻസ് കാരണം വർഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ട ഒരു പ്രതിഭാസം. ഇതിനേക്കാളും നല്ല എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. വർഷങ്ങളുടെ തിരയുടെ ആന്തലുകൾ കൊണ്ട് മകഞ്ഞു മാറ്റിയ ലൈമി സ്റ്റോൺ ആണത്. What do you mean by limestone? Limestone is a combination of lime and stone. It is all occupied with the salt water and the combination of the chemical reaction in between the sea and the limestone. Wow. 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 Clap, clap. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങാനും കൊണ്ടിടുമായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നെന്ന്. അകമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. എന്തെങ്കിലും മീനൊക്കെ പോകുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി ഞാൻ സൂം ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ ഒമാൻ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ദാ ഫൈനലി നമ്മൾ ദുബായിലേക്ക് തിരിച്ചെത്തി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഇനി നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറണം, വയറ് നിറച്ച് ഫുഡ് തട്ടണം, പിന്നെ പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.